ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കറൻറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ്. അപ്പോൾ ഞാൻ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാണ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ബോഡി പോളിഷ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ. ഈ ഐ ബട്ടൺ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ക്രീനിൻ്റെ മുകളിലായിട്ടൊരു ഐ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ പൗഡർ കുറച്ച് കയ്യിലെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാണ് സ്കിന്നിൽ. ഇത് നല്ലൊരു എക്സ്ഫോലിയേറ്റർ കൂടിയാണ്. കാരണം ഇതിൽ ഒരു ടൈനി ഗ്രാന്യൂൾസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സ്ക്രബിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് സ്കിന്നിലോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഫേസ് സ്ക്രബ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ വീക്ക്ലി 3 ടൈംസ് മാത്രമേ സ്ക്രബ് ചെയ്യുക കേട്ടോ. കാരണം കൂടുതൽ സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ അതുകൊണ്ടാണ് വീക്ക്ലി 3 ടൈംസ് മാത്രം ചെയ്താൽ മതി, ഡെയിലി സ്ക്രബ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫുൾ ഫേസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു മൂഡിനനുസരിച്ചിട്ടാട്ടോ. ചിലപ്പോൾ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യും. ഈ ഒരു സംഭവം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നും. കാരണം നമ്മുടെ ഫേസിൽ തൊടുമ്പോൾ തന്നെ ഭയങ്കര ഒരു പിള്ളേരുടെ കുഞ്ഞു വാവകളുടെ ഫേസില്ലേ അതുപോലെ നല്ല രസമായിട്ടുണ്ടാവും. സോറി കേട്ടോ. അപ്പം അങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്ത്, കഴുത്തിൽ, ചെവിയുടെ അവയൊക്കെ ആയിട്ട് മസാജ് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാണ്. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡാബ് ചെയ്യുക. അതായത് ഒരു തുണി എടുത്തിട്ട് ഒപ്പി മാത്രം എടുക്കുക, അല്ലാണ്ട് കംപ്ലീറ്റ് വൈപ്പ് ചെയ്യരുത്. പിന്നെ ഞാൻ ഈ ബോഡി പോളിഷ് യൂസ് ചെയ്യാത്ത സമയത്ത് ഞാൻ ഈ നിവ്യയുടെ ഈ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യാറ്. ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു സ്കിന്നിന് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ന്യൂട്രിജീനയുടെ ഈ ഒരു ഫേസ് വാഷും ഇടയ്ക്ക് ഓൾട്ടർനേറ്റീവ്ലി യൂസ് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ഒരു സ്പോട്ട് ട്രീറ്റ്മെൻറ്റ്. ഇത് എനിക്ക് പിമ്പിൾസ് വന്നതിൻ്റെ മാർക്ക് ഉണ്ടല്ലോ ഫേസിൽ, അപ്പോൾ അത് പോകാനായിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ഇത് ഞാൻ മോർണിംഗും അതുപോലെ തന്നെ നൈറ്റും ചെയ്യാറുണ്ട്. ഇങ്ങനെ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് 2 നേരം ചെയ്തെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഫേസ് ഫുൾ ഇടാണ്, പാക്കായിട്ട് ഇടാന്നുണ്ടെങ്കിൽ നമ്മൾ 3 ടൈംസ് മാത്രം യൂസ് ചെയ്യുക. വീക്ക്ലി 3 ടൈംസ് മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഡെയിലി നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകും. എന്നിട്ട് ഞാനത് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്തിട്ട് നമ്മൾ നോർമലി ഡാബ് ചെയ്യില്ലേ, അതുപോലെ ടവൽ യൂസ് ചെയ്തിട്ട് ഡാബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ടോൺ ചെയ്യാറുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പിമ്പിൾസ് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു DIY ടോണറാണ്. അതായത് ഗ്രീൻ ടീ ഇല്ലേ, അത് ഞാൻ തിളപ്പിച്ചിട്ട് ഇതിലാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കൊരു 3 ഡേയ്സ് ഒക്കെ വരെ യൂസ് ചെയ്യാം കേടാവാതെ. എന്നിട്ട് ഇത് സ്പ്രേ ചെയ്തിട്ട് ഫുൾ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനകത്തൊക്കെ ഇത് അബ്സോർബ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹിമാലയയുടെ ടോണറാണ്. ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്. ഇത് കുറച്ച് ഞാൻ കയ്യിലിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാണ്. ഫുള്ള് ഫേസിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്കിൻ കെയർ ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് നല്ല സ്കിന്നിന് ഒരുപാട് മാറ്റം തോന്നിയിട്ടുണ്ട്. പിമ്പിൾസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ പിമ്പിൾസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു മാസമെങ്കിലൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് മോയ്സ്ചറൈസാണ്. മോയ്സ്ചറൈസ് ചെയ്യണത് ഞാൻ നിവ്യയുടെ ഈ ലൈറ്റ് മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ലതാണ്, നല്ല മോയ്സ്ചറൈസിങ് ആണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു 1 മന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. കാരണം നമ്മൾ പെട്ടെന്ന് വേറൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അല്പം സമയം വേണം അതുമായിട്ടൊന്ന് സ്യൂട്ടായി വരാൻ. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ റിയാക്ട് ചെയ്യും പിമ്പിൾസിൻ്റെയൊക്കെ രൂപത്തിൽ. പിന്നെ ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. അതും സെയിം ഇതുപോലെ തന്നെയാണ്. ഫസ്റ്റ് ഫേസ് നന്നായിട്ട് ഇങ്ങനെ വാഷ് ചെയ്യുക. ഫേസ് ഞാൻ രാത്രിയിലായതുകൊണ്ട് ഞാൻ ഫേസ് വാഷാണ് മിക്കപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. കാരണം നമ്മുടെ
ഒരു ഹോൾ ഡേ ഉള്ള ഒരു ഡേർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫേസ് വാഷ്. അപ്പോൾ ചിലപ്പോഴെങ്കിൽ ഞാൻ ബോഡി പോളിഷ് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതുപോലെയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് എടുക്കുക. അതിന് ശേഷം നമ്മളെപ്പോഴും ഡൈല്യൂട്ട് ചെയ്യുക. ഫേസ് വാഷ് ആണെങ്കിലും അതെ, ഷാമ്പൂ ആണെങ്കിലും അതെ, എന്താണെങ്കിലും അതെ, നമ്മൾ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു സ്കിൻ കെയർ തുടങ്ങിയ പിന്നെ എൻ്റെ സ്കിന്നിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഫോണിലൂടെ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം എൻ്റെ പണ്ട് ക്യാമറ ആയിരുന്നപ്പോൾ എൻ്റെ ഫേസിലുള്ള മാർക്സ് ഒന്നും അധികം എടുത്ത് കാണില്ല. ഇപ്പോൾ ഈ ഫോണായപ്പോൾ ഫോണിലൂടെ എൻ്റെ ഫേസിലുള്ള മാർക്സിനേക്കാൾ കൂടുതലാണ് എടുത്ത് കാണിക്കുന്നത്. ഭയങ്കര അങ്ങോട്ട് ക്ലാരിറ്റി ആയിപ്പോയി. അപ്പോൾ ആക്ച്വലി ഈ ഫോണിൽ കാണുന്നതിനേക്കാളും കുറേ കൂടി ക്ലീൻ ആയിട്ടാണ് എൻ്റെ ഫേസ് എനിക്ക് നേരിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പണ്ട് പറയുന്നില്ലേ നേരിട്ട് കുറേ പിമ്പിൾ മാർക്സ് ഉണ്ടെന്ന് ക്യാമറ ആയിരുന്നപ്പോൾ, അതുപോലെ ഇല്ല ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ഒന്നില്ലെങ്കിൽ യൂസ് ചെയ്യും. മോയ്സ്ചറൈസർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു നീമിൻ്റെ ജെല്ലാണ്. ഇത് മെക്കഫെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഈ ഒരു ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നീം ആയതുകൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾസ് വരുന്നത് തടയാനായിട്ട് പറ്റും. ഞാൻ കൂടുതൽ ഇങ്ങനെ പിമ്പിൾസ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഫേസിൽ ഇപ്പോൾ കുറേ ഇങ്ങനെ പിമ്പിൾസ് വരുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരുപാട് പിമ്പിൾസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് ഫുൾ ഫേസ് ഇങ്ങനെ ആക്കുകയാണ്. മസാജ് ചെയ്ത് അതായത് ഫുൾ മസാജ് ചെയ്യാനല്ല, ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതൊരു ജെൽ ഫോമാണ്. അപ്പോൾ ഫുൾ നമ്മുടെ ഫേസും അതുപോലെ തന്നെ നെക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു കുറച്ച് സമയം ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വിടണം കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക, ഒരു പുറമെ ഒരു ഷീൽഡ് പോലെ നമുക്ക് തോന്നും. സംതിങ് ഒരു എന്താ പറയുക, ഒരു ലെയർ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് നീമിൻ്റെ ജെല്ലില്ല എന്നുണ്ടെങ്കിൽ അലോവേറയുടെ ജെല്ലില്ലേ, അത് രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. നിങ്ങൾക്ക് പിമ്പിൾസിൻ്റെ മാർക്സ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബംസൊക്കെ ഫേസിലുണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അടിപൊളി സാധനമാണ് ഈ അലോവേറയുടെ ജെല്ല്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേറയുടെ നിങ്ങൾക്ക് മണമൊക്കെ ഇഷ്ടമാണ്, സ്മെല്ലൊക്കെ അതിൻ്റെ ഇഷ്ടമാണ്, കുഴപ്പമില്ലെങ്കിൽ അത് തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ യൂസ് ചെയ്തേ പിന്നെ എനിക്ക് ഒത്തിരി മാറ്റമുണ്ട്. എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട് വരികയാണ്. സോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.